ബ്രൂട്ട് ചേംബറിൽ മാത്രമായിരുന്നു. എന്നാൽ ആ അവസ്ഥയൊക്കെ മാറി ബ്രൂട്ട് ചേംബർ പുതിയ അടകൾ അവർ കെട്ടുന്നില്ലായിരുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല, ഉടച്ചു കളയാൻ പുതിയ റാണി സെല്ലുകൾ കിട്ടുന്നുണ്ട്. ഒരു പഴയ അടയായിട്ട് തോന്നി, അതിനെ എടുത്ത് മാറ്റാനുള്ള പരിശോധിക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വെച്ച് കൊടുക്കാൻ പറ്റാത്ത ഓരോ അടകളും നമ്മൾ അടുപ്പിക്കുകയാണ്. പുതുതായിട്ട് കിട്ടുന്ന അടയില് എക്സ്ട്രാ പണിത ഒരു അടയാണ്. അതിന്റെ ഈച്ചകളെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് അതിന്റെ പകുതി ഭാഗം മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ചേംബറിലേക്ക് ഉള്ള ചെറിയ ഫ്രെയിമിൽ വെച്ച് കളയാം. എപ്പോഴും തേനീച്ചകൾക്ക് പുതിയ പുതിയ അടകൾ കെട്ടുന്നതാണ് ഇഷ്ടം. നമ്മളത് കുടഞ്ഞു കളയും. തേൻ വരാത്തത് കൊണ്ടാണ് അത് വെള്ളം ഒഴിച്ച് കളഞ്ഞ്. എല്ലാവർക്കും വീണ്ടും തേനീച്ച വളർത്തലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പുതിയ കർഷകനെ സംബന്ധിച്ചിടത്തോളം തേനീച്ചക്കൂടിന്റെ വളർച്ച എന്ന് പറയുന്നത് ബ്രൂട്ട് ചേംബറിൽ മാത്രമായിരുന്നു. എന്നാൽ ആ അവസ്ഥയൊക്കെ മാറി ബ്രൂട്ട് ചേംബർ കഴിഞ്ഞ് ഹണി ചേംബറിലേക്ക് ഈച്ചകൾ കയറി. എന്നാൽ ഈ കൂട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്കും അടകൾ പണിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബ്രൂട്ട് ചേംബറിൽ ഈച്ച നിറഞ്ഞു, ഒരു ഹണി ചേംബർ വെച്ച് കൊടുത്തു, അതിലും ഈച്ച നിറഞ്ഞു, അതിനും മുകളിലേക്ക് കയറാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെയുള്ള ഒരു കോളനി എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഉള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് മുകളിലുള്ള അടകളൊക്കെ ഒന്ന് ഇളക്കി വെച്ചിട്ട് ആ മുകളിലുള്ള ഹണി ചേംബർ ഉൾപ്പെടെ മൊത്തത്തിൽ താഴേക്ക് ഇറക്കി വെച്ച് അടച്ചു വെക്കാം. അടച്ചു വെക്കുന്നത് ഈച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി പറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭദ്രമായിട്ട് അടച്ച് സൂക്ഷിച്ചു വെക്കുന്നത്. അടച്ചു വെച്ച ശേഷം നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ പെട്ടിയിലേക്ക് അടകൾ ഒന്നോ രണ്ടോ എടുത്ത് മാറ്റി വെക്കുകയാണ്. അതിനായിട്ട് കാലിപ്പെട്ടിയും സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഓരോ അടകളും എടുത്ത് പരിശോധിക്കാൻ പോവുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാം, 6 അട കഴിഞ്ഞ് സൈഡിലേക്ക് അട പണിയുന്നത് കണ്ടു. നമ്മൾ കഴിഞ്ഞ വീഡിയോ തൊട്ട് മുമ്പിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ 6ാമത്തെ അട 3/4 ഭാഗത്തോളം പണിത് നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത്. ഇതേപോലെ റാണി സെല്ലുകളും അതിനകത്തുണ്ടായിരുന്നു. എങ്കിലും പുതിയ അടകൾ അവർ കെട്ടുന്നില്ലായിരുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല, റാണി സെല്ലിനോടൊപ്പം തന്നെ പുതിയ അടകളും അവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള ടെൻഡൻസി മാത്രമായിട്ടുള്ള ഒരു കൂടല്ല, ആ കൂട് വളരുകയും ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ റാണി സെല്ലുകളൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടച്ചു കളയാം. പുതിയ റാണി സെല്ലുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള സെല്ലുകളൊന്നും നമ്മൾ ഒരെണ്ണം പോലും വെച്ചേക്കാൻ പാടില്ല, എല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് വിരിഞ്ഞിറങ്ങാൻ പാകമാവും. അതിന് മുമ്പിട്ട് തന്നെ നമ്മുടെ കോളനി സെറ്റ് പിരിഞ്ഞ് പഴയ റാണിയും കുറച്ച് ഈച്ചകളുമായിട്ട് സെറ്റ് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സെറ്റ് പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കൂട്ടിൽ നിന്നും ആദായമൊന്നും ലഭിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം കൂടിനെ നിലനിർത്താൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് വളർത്തിക്കൊണ്ട് വരേണ്ട അത്യാവശ്യമാണ്. അതിനായിട്ടാണ് നമ്മൾ ഈ റാണി സെല്ലുകളൊന്നും നിലനിർത്താതെ ഉടച്ചു കളയുന്നത്. അങ്ങനെ ഓരോ അടകളും നമ്മൾ പരിശോധിച്ച് റാണി സെല്ലുകൾ ഉടച്ചു കളയുകയാണ്. ഈ വീഡിയോയ്ക്ക് സ്പീഡ് കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പല കർഷകരും ഇത് എടുക്കുന്ന രീതി എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അത് അവർക്ക് കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വേഗത. നമ്മൾ ഓരോ അടകളും പരിശോധിക്കുമ്പോൾ അതിൻ്റെ വേഗത എത്രമാത്രമായിരിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ഒന്നുപോലും ഓടിച്ചു കളഞ്ഞിട്ടില്ല. ചില അപ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തു എന്നുള്ളതിന് ഉപരിയായിട്ട് ഓടിച്ചു കളഞ്ഞിട്ടില്ല. നമ്മൾ ഈ രീതിയിലാണ്, ഈ സ്പീഡിലാണ് നമ്മൾ ഓരോ അടകളും കൈകാര്യം ചെയ്യുകയും എടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ എടുത്ത അട എന്ന് പറയുന്നത് ഒരു പഴയ അടയായിട്ട് തോന്നി, അതിനെ എടുത്ത് മാറ്റാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഓരോ അടകളും പരിശോധിച്ച് നമ്മൾ അതിനകത്തുള്ള റാണി സെല്ലുകളൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് ക്ലീനാക്കി വെക്കുകയാണ്. അങ്ങനെ ഓരോ അടകളും പരിശോധിക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വെച്ച് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള അടകളൊക്കെ നമ്മൾ എടുത്ത് മാറ്റുകയാണ്. ആനീച്ചകളുടെ സെല്ലൊന്നും വലുതായിട്ട് ഈ കോളനി കാണുന്നില്ല. റാണി സെല്ലുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ ഓരോ അടകളും നമ്മൾ അടുപ്പിക്കുകയാണ്.
ഇതാണ് പുതുതായിട്ട് കിട്ടുന്ന അടയില് എക്സ്ട്രാ പണിത ഒരു അടയാണ്. അതിൻ്റെ ഈച്ചകളെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് അതിൻ്റെ പകുതി ഒരു ഫ്രെയിമിൽ വെച്ച് കൊടുക്കത്തക്ക രീതിയിൽ പകുതി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത്രയും ഭാഗം റാണി സെല്ലുള്ള ഭാഗമാണ്, അതുകൊണ്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അതുകൊണ്ട് ഇത്രയും ഭാഗം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ചേമ്പറിലേക്ക് ഉള്ള ചെറിയ ഫ്രെയിമിൽ വെച്ച് കെട്ടി കൊടുക്കാനുള്ളത് കാണും. അതുകൊണ്ട് ഇതാണ് റോയൽ ജെല്ലി. ഈ മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് റോയൽ ജെല്ലി. അതിനകത്തൊരു പുഴുവുണ്ട്, അത് റാണി ആകേണ്ടുന്ന പുഴുവാണ്, മുട്ട വിരിഞ്ഞ് പുഴുവായതാണ്. റോയൽ ജെല്ലി എന്ന് പറയുന്നത് തേനീച്ചക്കൂട്ടിൽ നിന്നും കിട്ടുന്ന വിശേഷമായ ഒരു ഉൽപ്പന്നമാണ്. വളരെ വിലയേറിയ ഒരു ഉൽപ്പന്നമാണിത്. ഇറ്റാലിയൻ തേനീച്ചയിൽ നിന്നാണ് നമ്മൾ അത് കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ തേനീച്ചയിലെ വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. ഒരു സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത്. എന്നിട്ട് ആ മുറിച്ചെടുത്ത ഭാഗം ഇടയ്ക്കിട്ട് കൊടുക്കുകയാണ്. അത് പെട്ടെന്ന് അവർ അത് പണിഞ്ഞോളും. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വീണ്ടും അടുപ്പിച്ചിടാം. നമ്മുടെ ഈ കൂടിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് ബി സ്പേസ് എന്ന് പറയുന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ആ സ്പേസ് മാത്രമേ നമുക്ക് ആ കൂട്ടിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ആ സ്പേസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ അടകൾ പണിയുന്നത് നമുക്ക് നിർത്താൻ സാധിക്കും. എക്സ്ട്രാ അടകൾ ഇതിനിടയിലൂടെ പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൂടുകൾ എടുത്ത് കൈകാര്യം ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് പഴയ അടയെന്ന് പറയുന്നത്. വളരെ പഴയ അടയാണ്, അതുകൊണ്ടാണ് അതിനെ മുറിച്ച് അതും ഒരു ഫ്രെയിമിൽ വെച്ച് കൊടുക്കത്തക്ക നിലയിലാണ് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. നല്ലതായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എടുത്ത് കളയാം. എപ്പോഴും തേനീച്ചകൾക്ക് പുതിയ പുതിയ അടകൾ കിട്ടുന്നതാണ് ഇഷ്ടം. പഴയ അടകൾ മാറ്റി കൊടുക്കുന്നത് തേനെടുപ്പ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനെ എടുത്ത് മാറ്റാമെന്നുള്ള നിലയിലാണ്. അടിഭാഗത്ത് എപ്പോഴും നല്ല പുതിയ അടകൾ ഉണ്ടാക്കി വരണം. ഈ പഴയ അടകളും അടയുടെ ബാക്കി ഭാഗവും അടുത്ത ആഴ്ച നമ്മളത് റിമൂവ് ചെയ്ത് കളയും. അങ്ങനെ ഈ കൂട്ടിൽ നിന്ന് 2 അടകളുടെ 1/4 ഭാഗം കട്ട് എടുത്തിട്ട് ബേസായിട്ട് ഒരു 1/4 ഭാഗം അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലെ ഹണി ചേമ്പർ കൂടെ നമുക്ക് പരിശോധിക്കാം. റബ്ബർ ബാൻഡിന് കട്ടി കൂടുതലായതുകൊണ്ട് പലതും കടിച്ചു മുറിച്ച് കളഞ്ഞിട്ടില്ല അവർ. അതുകൊണ്ട് റബ്ബർ ബാൻഡുകളൊക്കെ നമ്മൾ തന്നെ കട്ട് ചെയ്ത് കളയാനുള്ള ശ്രമത്തിലാണ്. ആ മുകളിലേക്ക് പണിഞ്ഞിരിക്കുന്ന അട കണ്ടില്ലേ, അത് അടുത്ത സൂപ്പർ വെക്കാനുള്ള ഒരു സൂചനയാണ്. മുകളിലും റാണി കയറി മുട്ടയിടുന്നുണ്ട്. മുകളിൽ കൂടുതലായിട്ട് ആണീച്ചകളുടെ സെല്ലാണ് കൂടുതലായിട്ടും ഇടുന്നത്. അത് ഇപ്പം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാൽ പരുവത്തിലുള്ള സെല്ലുകളായതുകൊണ്ടാണ് ഇപ്പം അതൊക്കെ നശിപ്പിച്ച് കളയാതെ നിർത്തിയിരിക്കുന്നത്. കുറച്ചുകൂടെ മൂപ്പെത്തി കഴിയുമ്പോൾ അത് അതിൻ്റെ തല കട്ട് ചെയ്തിട്ട് നമ്മളത് കുടഞ്ഞു കളയും. തേൻ വരാത്തത് കൊണ്ടാണ് അത് വെള്ളം ഒഴിച്ച് കളഞ്ഞ് നശിപ്പിച്ച് കളയാത്തത്. അതെന്തോരം അവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ ഓരോ അടകളിൽ നിന്നും റബ്ബർ ബാൻഡ് നീക്കം ചെയ്തിരിക്കുകയാണ്. ചെറുതായിട്ടും തേൻ വരുന്നുണ്ട് കേട്ടോ, തേൻ ചെറുതായിട്ട് വരുന്നുണ്ട്. അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് കറക്കി ഇടത്തക്ക നിലയിലായി തീരുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും നമുക്ക് നോക്കാം. വളരെ സ്പീഡ് കുറച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്, ഓടിച്ചൊന്നും വിട്ടിട്ടില്ല. ഈ ഒരു സ്പീഡിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പുതിയ തേൻ വരുന്നതിൻ്റെ ആ കളറാണ് ആ മഞ്ഞ കളർ കാണുന്നത്. ആദ്യത്തെ ഒരു റൗണ്ട് തേൻ എടുക്കുന്നിടം വരെ ഹണി ചേമ്പറിൽ നമ്മൾ 5 ഫ്രെയിമാണ് ഇട്ട് കൊടുക്കുന്നത്. തേൻ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിൽ 4ലേക്ക് മാറ്റും. 4ലേക്ക് മാറ്റുമ്പോൾ കുറച്ചുകൂടെ അടകൾ വീർപ്പിച്ച് കെട്ടി കുറച്ചുകൂടെ അതിൻ്റെ ഉൾവിസ്തൃതി കൂട്ടി തേൻ ഒരു ഫ്രെയിമിൽ തന്നെ ഒരു 1/2 കിലോ തേനൊക്കെ ലഭിക്കത്തക്ക നിലയിലുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ടാകും. അതുവരെ നമ്മൾ ഹണി ചേമ്പറിൽ 5 ഫ്രെയിമാണ് നമ്മൾ ഇടുന്നത്. ഈ അട സ്വല്പം തള്ളിയിരിക്കുകയാണ്, അതുകൊണ്ട് സ്വല്പം കട്ട് ചെയ്ത് അകത്തേക്ക് തള്ളി വെച്ച് കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമേ അത് ലെവലാവത്തുള്ളൂ. അങ്ങനെ ഏങ്കോണിച്ചിട്ടൊക്കെ അവർ കെട്ടാറുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രെയിമിൽ തന്നെ അടകൾ ഇരിക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊക്കെ ആണീച്ചകളുടെ സെല്ല് കൂടുതലായിട്ടുണ്ട്. അടിഭാഗത്ത് വലുതായിട്ട് കണ്ടില്ല. ഹണി ചേമ്പറിൽ
ആണീച്ചകളുടെ സെല്ല് ഇട്ടിരിക്കുകയാണ്. അത് കുറച്ചുകൂടെ മൂപ്പെത്തുമ്പോഴത്തേക്കും അതിൻ്റെ തല മുറിച്ച് കളഞ്ഞിട്ട് നമ്മളത് കുടഞ്ഞു കളയും, അതിൻ്റെ പുഴുക്കളെ കുടഞ്ഞു കളയും. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അത് ക്ലീൻ ചെയ്ത് വെക്കും. അതുവരെ അതവിടെ ഇരിക്കട്ടെ. അതിനെ റാണി മുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി എക്സ്ക്ലൂഡർ ഷീറ്റ് കൂടെ നമുക്ക് ഈ കൂട്ടി വെച്ച് കൊടുക്കണം. അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കളയാതെ വെച്ചിരിക്കുന്നത്. മാത്രമല്ല, എക്സ്ക്ലൂഡർ ഷീറ്റർ വെക്കുന്നതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ ഹണി ചേമ്പറിലേക്കും നമുക്ക് ഈച്ചകളെ കയറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം മുട്ടയുള്ള 2 ഫ്രെയിം അത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആണ് ഈ മുട്ടയൊന്നും കട്ട് ചെയ്ത് കളയാതെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ അടകളും ഹണി ചേമ്പറിൽ പരിശോധിച്ചിട്ട് റാണി ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തി. അടിഭാഗത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ റാണിയെ കണ്ടില്ല, പെട്ടെന്ന് കണ്ടില്ല. റാണി ഇല്ലാതില്ല, റാണി ഉണ്ട്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമ്മൾ റാണിയെ ശ്രദ്ധിച്ചില്ല. ഇതിനകത്ത് ആണീച്ചകളുടെ സെല്ല് കൂടുതലായിട്ടുണ്ട്. ഇനി റാണി മുകളിലേക്ക് കയറി മുട്ടയിടാത്ത രീതിയിലാണ് നമ്മൾ ഈ കൂട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു എക്സ്ക്ലൂഡർ ഷീറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹണി ചേമ്പർ പരിശോധിച്ച് റാണി ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തി എക്സ്ക്ലൂഡർ ഷീറ്റ്, ഇതാണ് എക്സ്ക്ലൂഡർ ഷീറ്റ്, അത് വെച്ച് കഴിഞ്ഞാൽ റാണി മുകളിലേക്ക് ഹണി ചേമ്പറിലേക്ക് കയറി വന്ന് മുട്ടയിടില്ല. അങ്ങനെ എക്സ്ക്ലൂഡർ ഷീറ്റ് വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഹണി ചേമ്പർ ഫുള്ളായിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. അപ്പം തന്നെയാണ് കൂടുതലായിട്ട് വർക്കിംഗ് അവിടെ നടക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വർക്കിംഗ് കുറച്ച് സ്ലോ ആവുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ 2 ഫ്രെയിമാണ് നമ്മൾ വെട്ടിയെടുത്തത്. ആ വെട്ടിയെടുത്തതിനെ ആദ്യത്തെ ഹണി ചേമ്പർ തന്നെ കൊടുത്തിട്ട് ആദ്യത്തെ ഹണി ചേമ്പറിലുള്ള 2 ആണീച്ചകളുടെ സെല്ലുള്ള ആ 2 എണ്ണം മുകളിലത്തെ ചേമ്പറിലേക്ക് വെച്ചു കൊടുത്തു. 2 സൂപ്പറിന്റെയും ഇടയ്ക്കായിട്ട് നമുക്കൊരു ഗ്യാപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ചെറിയൊരു പടി വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ സൂപ്പറും വെച്ചു. ഇതാണ് അതിൻ്റെ ഗ്യാപ്പ്. കൂടുതൽ ഗ്യാപ്പൊന്നും അതിൻ്റെ ആവശ്യമില്ല. എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഈച്ചകൾക്ക് സ്വതന്ത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ്. നമ്മളങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ 2 സൈഡിലും ഗ്യാപ്പ് വരികയും യഥേഷ്ടം അവർക്ക് സഞ്ചരിക്കുകയും ചെയ്യാം. അതിനോടൊപ്പം തന്നെ മൂന്നാമതൊരു കാലി ഫ്രെയിമും കൂടെ വെച്ചിട്ട് കൂട് അടയ്ക്കുകയാണ്. അടപ്പിലും അത്യാവശ്യം ഈച്ചയുണ്ട്. അങ്ങനെ ഈച്ചകളൊന്നും ചാവാതെ ഇടയ്ക്ക് കയറാതെ പതിയെ അടച്ചു. അപ്പോൾ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.